വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനിതാ വീണ്ടും വന്നേക്കാണ്. കുറച്ച് ദിവസമായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഷോർട്സും അതുപോലെ വ്ളോഗൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആംബ്രു ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ. ആംബ്രുവിന് ഫ്രണ്ടിലൊരു ആന പോകുന്നുണ്ട്. അപ്പൊ അതിനാണ് ബാ ബാ പറയുന്നത്. അപ്പൊ ആംബ്രു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു 5 ദിവസം. ദയ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടാ. അവനക്ക് ഇങ്ങനെ കഫക്കെട്ടായിട്ട് കഫം പോണില്ല. നമ്മൾ 2 ആഴ്ചത്തെ മരുന്ന് കൊടുത്തിട്ടും അത് മൂക്ക് കൂടെയോ അല്ലെങ്കിൽ വയറ്റുന്നോ പോണില്ല. നമ്മള് ആംബ്രു ജനിച്ചപ്പോ ആംബ്രുവിന്റെ നോക്കിയ ഡോക്ടറിനെ കാണാൻ വേണ്ടിട്ട് പോയിണ്ടായിരുന്നു കേട്ടാ, രാകേഷ് ഡോക്ടറിനെ. ഡോക്ടർ പറഞ്ഞു ഇനിയും ഇത് എന്താ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ന്യൂമോണിയ ആവും, അപ്പൊ അഡ്മിറ്റ് ചെയ്യാ പറഞ്ഞു. അങ്ങനെ നമ്മള് അഡ്മിറ്റ് ആയതാണ്. അഡ്മിറ്റ് ആയി 5ാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയി വരുമ്പോ എല്ലാവർക്കും പനിയായിരുന്നു. എനിക്കും സാപ്പിക്കും ഉമ്മാക്കും ഉപ്പാക്കും കുട്ടാപ്പൂനും. ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ, ചുമ ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞൂലേ സാപ്പി? ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ആംബ്രുവിനെ വീണ്ടും ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആംബ്രുവിനെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഡൽഹിക്ക്. അപ്പൊ അതാണ് ഗൈസ് വ്ളോഗും അതുപോലെ ഷോർട്സ് ഒന്നും ഇല്ല. ഞാൻ തീരെ വയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പിന്നെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ഇവരെങ്ങനെയാണ് എന്നൊക്കെ. ഫുള്ള് കരച്ചിലായിരുന്നു. നമുക്ക് ഇരിക്കാനോ അതുപോലെ ഒന്നൊക്കെ എടുക്കാനോ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. മരുന്ന് കയറ്റുമ്പോ അതിന്റെ വയ്യായും അതുപോലെ ഇങ്ങനെ കയ്യിൽ ഈ സൂചിയൊക്കെ കാണുമ്പോൾ ഒരു അസ്വസ്ഥതൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞൂലേ. ഒരു 5 ദിവസം കഴിയാൻ പെട്ട പാട്. അപ്പൊ ഇപ്പൊ ഓക്കെയാണ്, ആംബ്രു ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ഡോക്ടർ പറയണമെന്ന് നമുക്ക് നോക്കി വെക്കാം. അപ്പൊ ഞങ്ങളും ഇപ്പൊ അതങ്ങനെ ഓക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോ അതിൻ്റെതായ കുറച്ചിങ്ങനെ ചുമച്ചിട്ട് തൊണ്ടയ്ക്കൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ ഇടാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീഡിയോ നമുക്ക് എടുത്തിട്ടിടാനും പറ്റിയിട്ടില്ല. അപ്പൊ ഇനി മുതൽ ശരിയാക്കണം. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറയണം നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. സാപ്പി ആംബ്രും കൂടിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. ഞാൻ അവരെവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറിയ വഴിക്ക് ആംബ്രുവിന് മനസ്സിലായി ഇത് കഴിഞ്ഞ ആഴ്ച വന്ന സ്ഥലമാണെന്ന്. ആംബ്രു പുറത്തേക്ക് പോവാ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡോക്ടറിനെ കാണാൻ കയറണേക്കാളും മുന്നേ ആംബ്രുവിനെ ഉറക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സാപ്പി ഇതാ ഡോക്ടറിനെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നല്ല തിരക്കുള്ള കാരണം ഇരിക്കാനൊന്നും ചെയറില്ല തോന്നുന്നു. അപ്പം ഞാനിവിടെ ഇങ്ങനെ നടന്നിട്ട് ആംബ്രുവിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ സമ്മതിക്കില്ല, റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല കരഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് ഞാൻ ഒരുവിധം ആംബ്രുവിനെ ഉറക്കി ഒരു ചെയറിൽ ഇരിക്കുകയാണ് കേട്ടോ. നേരെ ഫാനിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറിനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. നമ്മളിതാ മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 3 ദിവസം കഴിക്കാനുള്ള മരുന്നുണ്ട് കേട്ടോ ആംബ്രുവിന്. അത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടി. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കാറിൻ്റെ ടയർ ഇതാ പഞ്ചറായേക്കാണ്. അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു നമ്മളവിടെ കാറായിട്ട് ചെന്നപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കാറിലേക്ക് വന്നപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറിൻ്റെ ടയറൊക്കെ ഊരിയിട്ടാ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇതാ നേരെയാക്കുകയാണ്. ആംബ്രു അത് എന്താ സംഭവം എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതും നല്ല മഴ പെയ്യൽ തുടങ്ങി. ഇതൊന്നല്ല കേട്ടോ, ഇത് തുടക്കമാണ്. നല്ല മഴയായിരുന്നു. നമ്മൾ തൃശ്ശൂർ 2 കടയിൽ കയറാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മഴ കാരണം എങ്ങനെ കയറാനാണ്, നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാല്ലേ അങ്ങനത്തെ മഴയായിരുന്നു കേട്ടാ. നമ്മൾ ആ ഒരു ടയറിന് ഇത് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സുഖമായിട്ട് ഇപ്പോൾ വീട്ടിൽ പോവായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ നന്നായി വിശന്നു. എനിക്കാണ് കേട്ടോ മെയിനായിട്ട്. ഉച്ച കഴിഞ്ഞല്ലോ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നല്ല ചോറ് കഴിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയറിയിരിക്കുകയാണ്. എപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഞാൻ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ചോറ് കഴിക്കണം അല്ലെങ്കിൽ സദ്യ കഴിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ സദ്യ ഒന്നല്ലായിരുന്നു കേട്ടോ. പ്ലേറ്റിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇലയിലൊക്കെ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. കുറേ കറികൾ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയൊന്നുമില്ല, കുറച്ചുള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചുവിടാം. ഞാൻ ഫസ്റ്റ് കുറച്ച് ആംബ്രുവിന് കൊടുത്തു, പക്ഷെ ആംബ്രു കഴിക്കണില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് നല്ലൊരു പിടി പിടിച്ചു ഗൈസ്. എല്ലാം കൂട്ടിയിട്ട് ഞാൻ ഫുള്ള് കഴിച്ചിട്ട് ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാപ്പി കൊടുക്കുക പറഞ്ഞിട്ട് ആംബ്രുവിന് കൊടുക്കണം കേട്ടോ. ആംബ്രു ഇരിക്കണം നോക്കി നോക്ക്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാം കൂട്ടി ഞാൻ നന്നായി കഴിച്ചു.
ഞാനും ആമ്പറും കാറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ആമ്പർ നമ്മളെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കണില്ല, അവൻ കഴിക്കണില്ല, ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കണില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ കഴിച്ചു, അത് കഴിഞ്ഞപ്പോ സാപ്പി കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആമ്പറുവിനായിട്ട് ഇവിടെ ഇങ്ങനെ കാറിൽ വന്നിരിക്കുകയാണ്. അവനക്ക് പുറത്ത് നടക്കണം പറയാം, ഭയങ്കര ചൂട്, വയറ് നിറച്ച് ഞാൻ ചോറും കഴിച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് മുന്നേ മസാല ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മസാല ദോശയായിരുന്നു. അപ്പോൾ ഇന്ന് ചോറ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ കൊള്ളാമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇട്ട ചോറ് ഫുള്ള് കഴിക്കണത്, അതായത് ഇങ്ങനെ എനിക്കിഷ്ടായി, ഞാൻ വയറ് നിറച്ച് കഴിച്ചു. ഓണസദ്യ അങ്ങനൊന്നല്ല, നോർമൽ 4-5 തരം കറിയാണ്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റിയല്ലോ ഫുള്ള്. ഞാൻ ഫുള്ള് കഴിച്ചുട്ടാ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് എനിക്ക് ചെരുപ്പ് വാങ്ങണം അല്ലേ? നമുക്ക് ചെരുപ്പ് വാങ്ങിക്കാം ഗൈസ്. ഞാൻ കൂടുതൽ ഓൺലൈനായിട്ടാണ് കേട്ടോ ചെരുപ്പ് വാങ്ങിക്കുക. എനിക്ക് എന്താ അറിയില്ല, കറക്റ്റ് സൈസ് കിട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുക. ഇപ്പോൾ ലാസ്റ്റാണ് ആംബ്രൂവിൻ്റെ ബർത്ത്ഡേക്ക് ഉമ്മയുടെ കൂടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണത്. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കണത്, വാക്ക് ബോസ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെരുപ്പ് വാങ്ങിച്ചു, അത് കഴിഞ്ഞപ്പോൾ സാപ്പി വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് 2 ചെരുപ്പും സാപ്പിക്ക്. ആംബ്രൂ അതിൻ്റെ ഇടയിൽ ഒരു കീ ചെയിനൊക്കെ വാങ്ങിച്ച് അവിടെ നടന്ന് കളിക്കുന്നുണ്ട്. സാപ്പി ഇട്ട് നോക്കുകയാണ് കേട്ടോ ചെരുപ്പ്. ഇവിടെ കുറേ ചെരുപ്പുകളുണ്ട്, നമുക്ക് എല്ലാം ഇഷ്ടമാവും കേട്ടോ, ഒക്കെ ഒന്നിനൊന്നിന് മെച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള 2 ചെരുപ്പ് ഞാൻ സാപ്പിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ സേറയിൽ വന്നേക്കാണ് ഓണത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് വന്നപ്പോൾ എനിക്ക് മാല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡ്രസ്സിൻ്റെ കളർ ഒന്നും കൂടി നോക്കിയിട്ട് സെലക്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നാണ് കേട്ടോ മാലയൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ കുറേ കളക്ഷൻസ് വന്നിട്ട് ഇവിടെ മാലയ്ക്കാണെന്നുണ്ടെങ്കിലും വളയ്ക്കാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു കുപ്പിയോളം വാങ്ങിച്ചോട്ടെ, ഒരു ചുമപ്പാണ് എൻ്റെ ഒരു ബ്ലൗസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് തയ്ച്ച് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്, കാരണം ലാസ്റ്റ് ടൈമല്ലേ ഇത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ തയ്ച്ച് കിട്ടിയത്. അടുത്ത് നമ്മൾ ചാൾസിലേക്കാണ് വന്നേക്കണത്, ആംബ്രൂന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ആംബ്രൂന് ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കണു, ക്ഷമൊക്കെ കിട്ടു തുടങ്ങി കേട്ടോ, ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ സാപ്പിയാണെന്നുണ്ടെങ്കിൽ ഇട്ട് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങണത്. നമ്മൾ എത്ര 1.5-2 വയസ്സിൻ്റെ എടുത്താലും സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലുതും ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ഇട്ട് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിക്കണത്. പിന്നെ ഓണായതുകൊണ്ട് തന്നെ ഗേൾസിനും ബോയ്സിനും കുഞ്ഞ് ഷർട്ടും കുഞ്ഞു ഉടുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആംബ്രൂവിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഈ ഒരു സാധനം കണ്ടുട്ടോ. മുന്നേ ഇതിൻ്റെ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫാന്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ട് കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കാരണം ഉച്ചയ്ക്ക് ആംബ്രൂ തീരെ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ വിശക്കുണ്ടായിരുന്നു. പിന്നത്തെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിക്കാണ് ഗൈസ്. പെട്ടെന്ന് വീട്ടിലെത്തി ആംബ്രൂവിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചിപ്പോൾ നീറ്റേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വ്ളോഗ് ഓണത്തിൻ്റെ ആയിരിക്കും. ഓണത്തിന് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മെയിനായിട്ട് ഫോട്ടോ എടുക്കുക അതന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് വ്ളോഗ് ഇടുന്നതായിരിക്കും, ഷോർട്സും. 2 ആഴ്ചത്തിലേറെയായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പഴയ പോലെ ആവാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.